ഉള്ളിൽ ശരിക്കും ഒരു വേറെ തന്നെ ലോകാട്ടോ. ഹായ് ഓൾ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യാത്ര ഗ്ലോബൽ വില്ലേജിലേക്കാട്ടോ. ഷാർജ ജുബൈൽ ബസ് സ്റ്റേഷൻ വിട്ട് നേരെ പോകുന്ന ദുബായ് യൂണിയൻ ബസ് സ്റ്റേഷനിലേക്കാട്ടോ. അവിടുന്നാട്ടോ നമുക്ക് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ബസ് പിടിക്കാനുള്ളത്. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ തട്ടി എത്തിയതുകൊണ്ട് ജസ്റ്റ് മിസ്. ഞങ്ങൾ എത്തുന്നതിന്റെ കുറച്ച് മുന്നേ ആട്ടാ ബസ് പോയത്. പിന്നെ ഒരു 1 അവർ വെയിറ്റ് ചെയ്തിട്ടോ ഞങ്ങൾക്ക് ഈ ബസ് കിട്ടിയത്. അവിടുന്ന് ഒരു ഏകദേശം 1 അവർ എടുത്തുട്ടോ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ എത്താന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടോ അവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ എത്തി. ഞങ്ങളെ കയ്യിൽ ബാഗ് ഉണ്ടായതുകൊണ്ട് ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങളെ നേരെ വേറെ സൈഡിലൂടെ കേട്ടോ വിട്ടത്. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലെത്തി ഗൈസ്. ഇതിന്റെ ഉള്ളിൽ ശരിക്കും ഒരു വേറെ തന്നെ ലോകാട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. പിന്നെ നമ്മളൊക്കെ ഫുഡ് സ്റ്റോൾസ് കണ്ട ആദ്യം അങ്ങോട്ടേക്കാവുമല്ലോ പോക്ക്. അപ്പൊ അവിടെ എത്തിയപ്പോ എന്റെ കണ്ണു പോയത് നേരെ നമ്മളെ ലുക്കീമത്തിലേക്കാട്ടോ. അവിടെ ആ താത്താരുണ്ടാക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും വാങ്ങിച്ചു. അങ്ങനെ അത് വാങ്ങി കഴിച്ചപ്പോ ആസ്കൊക്കെ അങ്ങ് തൃപ്തിയായില്ല. ആൾക്ക് ഡേറ്റ് സിറപ്പിന് പകരം ന്യൂട്ടലിയാണ് അത്ര വേണ്ടത്. പിന്നെ ആളത് ഒപ്പിച്ച് കഴിച്ചപ്പോഴാട്ടോ ആൾക്ക് റാഹത്തായത്. അവിടെ ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നേ. ആദ്യം പോയത് കുവൈത്തിലേക്കാട്ടോ. അതിന്റെ ഉള്ളാട്ടോ ഈ കാണുന്നത്. ഇവിടെ അധികം പർദ്ദയും പെർഫ്യൂംസ് ആട്ടോ ഉള്ളത്. യമനിലേക്കാട്ടോ പോയത്. ഇവിടെ സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സും ആട്ടോ കൂടുതലായിട്ട് കണ്ടത്. നേരെ വണ്ടി വിട്ടത് ബഹ്റൈനിലേക്കാട്ടോ. അതിന്റെ ഉള്ളാട്ടോ ഈ കാണുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല പർദ്ദ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ വാങ്ങിച്ചേ. പിന്നെ അടുത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുഡ് കണ്ടപ്പോ ഒന്ന് സ്റ്റക്കായേ. പിന്നെ അവിടുന്ന് ഫുഡ് അടിച്ചു കയറ്റിട്ടാട്ടോ അടുത്തയിലേക്ക് പോയത്. പിന്നെ നമ്മൾ പോയത് ഈജിപ്തിലേക്കാട്ടോ. ഇവിടെ പോയപ്പോ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. എന്താണെന്നറിയില്ല, ഈ ക്രാഫ്റ്റ് പരമായിട്ടുള്ള എന്തെങ്കിലും കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല, നിങ്ങൾക്കും അത് ഫീൽ ചെയ്തില്ലേ? അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആള് വന്നിട്ട് അവരുടെ ട്രഡീഷണൽ മാംഗോ ജ്യൂസ് തന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോ കണ്ടതാട്ടോ ഇത്. എന്താ സോപ്പിംഗ് അല്ലേ ആള്. ഞാൻ ഒരുപാട് കാലമായിട്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ച കാര്യമായിട്ട് അയാൾ ഞങ്ങൾക്ക് ചെയ്തെന്നത്. എന്തായാലും മാഷാ അല്ലാഹ് അയാൾ അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ചെയ്തെന്നേ. കയ്യിൽ കിട്ടിയപ്പോ കമഴ്ത്തി നോക്കി ടെസ്റ്റ് ചെയ്യാട്ടോ. പിന്നെ അതൊക്കെ കണ്ട് നേരെ പോയത് മൊറോക്കയിലേക്കാട്ടോ. അവിടെ എത്തിയപ്പോ മൊറോക്കൻ ലിപ്സ്റ്റിക് കണ്ട് എനിക്കെന്തോ കണ്ടപ്പോ അത് ഒറിജിനൽ പോലെ തോന്നിയില്ല. പിന്നെ അത് അവിടെ വെച്ച് നേരെ നമ്മള് സൗദിയിലേക്കാട്ടോ പോയത്. അവിടെ പോയപ്പോ അവരുടേതായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ കാണാൻ പറ്റിയേ. എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ കാണിക്കാൻ പറ്റാത്തോണ്ടാട്ടോ. പിന്നെ അവിടെ നിന്ന് പുറത്ത് വന്നപ്പോ കണ്ടതാട്ടോ ഇത്. പിന്നെ കാർണിവൽ സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടോട്ടെ ചൈനയും ലബനാനൊക്കെ വരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ചൈനയിലേക്ക് വിട്ടു. അതിനുള്ളിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കുമ്പോഴാട്ടോ ചോക്ലേറ്റ്സ് കണ്ടത്. അപ്പൊ പിന്നെ സ്റ്റക്ക് ആവുമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, അത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്തു. അത് കിട്ടിയപ്പോ എന്തായാലും എന്റെ മുഖത്തുള്ളൊരു സന്തോഷം നോക്കിയേ. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി നടന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് യൂറോപ്പും കൂടിയും കാണാൻ പറ്റുവേ. പിന്നെ നമ്മൾ നേരെ ജപ്പാനിലേക്കാട്ടോ പോയത്. അവിടുന്ന് അവരുടെ മാംഗോ ബബിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വാങ്ങിയേ. സംഭവം മൂഞ്ചിപ്പോയി. വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ ഈ കുടിക്കുന്നത് ദാഹം കൊണ്ടാട്ടോ. പിന്നെ കാർണിവൽ സൈഡിൽ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും ഒക്കെ വലിയ കളിയിലായിരുന്നേ. പിന്നെ അങ്ങോട്ടേക്ക് നമ്മളെ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഒമാൻ, പലസ്തീൻ, ലബനാൻ, ഖത്തർ, ജോർദാൻ, ഇറാഖ്, തുർക്കി, പാകിസ്ഥാൻ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ ഇത്. നല്ല രസമില്ലേ? അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച്. ലാസ്റ്റില് കുറച്ച് രാജ്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ലേ. ലേറ്റ് ആയാലും ബസ് മിസ്സാകുമെന്ന് വിചാരിച്ചിട്ടും പിന്നെ ഓൾറെഡി ടയേർഡും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോകാന്ന് വിചാരിച്ചേ. പോകുന്ന വഴിക്ക് നമ്മൾ പോപ്കോൺ കാക്കാനും പ്രിംഗിൾസ് കാക്കാനൊക്കെ കണ്ടിട്ടാട്ടോ പോവാ. എങ്ങനെയുണ്ട് ഈ കളർ ചേഞ്ചിങ് കാണാൻ? നല്ല രസമില്ലേ? ഇത് കണ്ടപ്പോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചേ. അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളു. അപ്പൊ ശരി, ഓക്കെ, ബൈ ബൈ, സീ യു സൂൺ ഇൻഷാ അല്ലാഹ്.